ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് അരി അരയ്ക്കുകയും കുതിർക്കുകയും ഒന്നും ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. റവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല, കറി ഇല്ലാതെയും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇപ്പം വറുത്തതാണെങ്കിൽ അതെടുക്കാം, ഇനി വറുക്കാത്തതാണെങ്കിലും അത് വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഈ അളവിനുള്ള മാവിൽ നമുക്ക് ഏകദേശം ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ള രീതിക്ക് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മതിയേ. ഇനി നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് അരിപ്പൊടിയാട്ടോ, നമ്മൾ സാധാരണ പത്തിരിപ്പൊടി. അതൊരു 1/4 കപ്പ്. അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ 1/4 കപ്പ് പത്തിരിപ്പൊടിയും കൂടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മളിതിലേക്കൊരു 1/4 കപ്പ് തൈരും കൂടി എടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയും 1/4 കപ്പ് അരിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് തൈരും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരക്കുന്ന അതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കൂലേ, അതുപോലെ നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഈ റെസിപ്പിക്കുള്ള മാവ് ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു നുള്ളി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ ഈ ഒരു മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങൂലേ, ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നന്നായിട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, നമ്മളെ റവയൊക്കെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചൂടോട് തന്നെ അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പം ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ മാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. നല്ല ലൂസായി പോകാനും പാടില്ല, നല്ല കട്ടിയാകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് കുഴിയുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനുശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ആറി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ആറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഒന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞ് പോകും ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മുരിച്ചെടുത്താൽ മതിയേ. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും പിടിക്കൊന്നുമില്ല. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ 2 സൈഡും കളറൊക്കെ ഇങ്ങനെ മാറി വന്നാൽ
നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം നല്ല കിറുമുറാന്നുണ്ടാവട്ടെ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.